ഇന്ന് അതിരാവിലെ രാഖയോട് കൂടിയാണ് നമ്മുടെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാഖ ധൃതിപ്പെട്ട് പോകാൻ പോകുന്നത് വെച്ചാൽ ഒഫീഷ്യലി 3 ദിവസത്തേക്ക് രാഖ പുറത്തോട്ട് പോകാൻ പോവാ. ഏതാ കുപ്പി 5:30 വണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഒരു ധൃതിയിൽ ചായയൊക്കെ കുടിക്കുക. രാഖയ്ക്ക് ഈ ചൂട് ചായ അത്രയ്ക്ക് ഇഷ്ടമല്ലേ, ഇച്ചിരി തണുക്കണം. എന്താ 5:30 കഴിഞ്ഞു. എന്തായാലും റെഡിയായി. 3:30 എഴുന്നേറ്റ ആളാ, പക്ഷെ ഇത്രയും ലേറ്റ് ആയി കാരണം രാഖ ബാത്റൂമിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്യും. അപ്പൊ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ ചായ ഇട്ടിട്ട് പറഞ്ഞു ഇത് കുടിച്ചിട്ട് പോയാൽ മതിയെന്ന്. കാരണം ഈ രാവിലെ എഴുന്നേറ്റിട്ട് വെറും വയറ്റിൽ പോകാൻ എനിക്കും ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ എന്തായാലും രാഖ റെഡി ആയിട്ട് ഇറങ്ങുവാ. ഞാൻ പറഞ്ഞല്ലോ സമയം 5:30 കഴിഞ്ഞു. അങ്കുവിന് ഇന്ന് സ്കൂളില്ല കേട്ടോ. സ്കൂളില്ലാത്തതല്ല, ഞാൻ ഇന്ന് വിട്ടില്ല. അവർക്ക് കുറച്ച് കൾച്ചറൽ ഇവൻറ്റ്സും കാര്യങ്ങളും സ്പോർട്സിൻ്റെ ഒക്കെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും പോകണ്ട. അങ്ങനെ അവൻ എന്തായാലും കിടന്ന് ഉറങ്ങുവാ. നല്ല സുഖം ഉറക്കമായിരുന്നു. ഇത് വെള്ളിയാഴ്ച രാവിലത്തെ വിശേഷം കേട്ടോ. അപ്പോൾ വെള്ളി ശനി ഞാനും രാഖയെ കാണത്തില്ല. ഞായറാഴ്ച വൈകുന്നേരം വരത്തുള്ളൂ ഒഫീഷ്യലി. റെഡി ആയിട്ട് ഇറങ്ങി പുറത്ത് ആളുകളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പുറത്ത് നല്ല ഇരുട്ടാട്ടോ. അപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്കു കണ്ടോ സുഖം ഉറക്കമാ, മൂടി പൊതച്ച്. എന്തായാലും ഇന്ന് സ്കൂളിൽ വിടുന്നില്ലല്ലോ, കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ എന്തായാലും കുറച്ച് കിടക്കാം, 5:30 ആയുള്ളൂ. വേസ്റ്റ് എടുത്ത് പുറത്ത് വെച്ചു. 8 മണി കഴിയുമ്പോൾ പാല് വരും. ആ സമയമൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റ് ആദ്യം വെച്ചിട്ട് ഒന്ന് കിടന്നുറങ്ങിയിട്ട് വീണ്ടും എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നപ്പോൾ നമ്മുടെ അങ്കുവായിട്ടുള്ള ഒരു ദിവസം കേട്ടോ. അങ്കുവിൻ്റെ കുറച്ച് സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം രാഖയുള്ളപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളേ. അപ്പോൾ അവന് ഇഷ്ടമുള്ള കുറച്ച് ഫുഡുകളൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വ്ലോഗിൽ അങ്കുവിനെ കാണിക്കാത്തതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് കമൻറ്റ് ചെയ്തിരുന്നു അങ്കുവിനെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ ഇന്ന് അങ്കുവായിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. സത്യം പറഞ്ഞാൽ ഒരു ജങ്ക് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ അതേ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക, ബ്രെഡും മുട്ടയുക. എനിക്ക് സിമ്പിൾ ബ്രെഡും ചായയും കുടിക്കാമെന്ന് വെച്ചു. അങ്കുവിന് പിന്നെ 2 പാവ് ബണ്ണും കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ അതേ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അങ്ങനെ ബ്രെഡും ബണ്ണും ഒക്കെ ടോസ്റ്റ് ചെയ്തു. ഇടയ്ക്കൂടെ നമ്മുടെ പാലും കാച്ചി എൻ്റെ ചായയും റെഡിയാക്കി. അങ്കുവിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ബുൾസയും ബണ്ണും ബ്രെഡും, എൻ്റെ അതേ ബ്രെഡും ചായയും. ഇത് ചില സമയത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. ശരിക്കും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് ടോസ്റ്റ് ചെയ്ത് നെയ്യിൽ ടോസ്റ്റ് ചെയ്ത ഈ ബ്രെഡും ചായയും കൂടെ, മെയിൻലി രാവിലെ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഇന്നപ്പോൾ നമ്മുടെ അങ്കുവായിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് കഴിച്ചു. മെയിൻലി ഞാനിന്ന് വ്ലോഗ് ഇടുമ്പോൾ കുറച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടാട്ടോ. വേറെ നല്ല നമ്മുടെ ന്യൂസിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. 2.5 വയസ്സുള്ളൊരു കുഞ്ഞിനെ വീട്ടുകാർ തന്നെ കിണറ്റിലിട്ടു. അതേപോലെ അടുത്ത ഷോക്കിംഗ് ആയിട്ട് ഒരു 15 വയസ്സുള്ള ഒരു മോൻ ഏതോ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് എറണാകുളത്തെ ഒരു സ്കൂളിൽ എന്തോ ഇഷ്യൂ കാരണം മരിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കുട്ടികളെ ശരിക്കും ശ്രദ്ധിക്കണമെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ ഇതിലൊക്കെ. അപ്പോൾ അതേ കുറച്ച് പാലൊക്കെ ഇരുന്ന് വാടുന്നുണ്ടായിരുന്നു. അതൊന്ന് ബ്ലാൻഡ് ചെയ്തിട്ട് ഒന്ന് പ്യൂരി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് പൂരിയോ ചപ്പാത്തിയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് സോയോ അതുപോലെ പിന്നെ പനീറൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് ആ പണി അങ്ങ് കഴിഞ്ഞു. അതായത് ചെറുതായിട്ടൊന്ന് കഴുകി ഒന്ന് വേവിച്ചിട്ട് അരച്ചങ്ങ് വെച്ചു കേട്ടോ പ്യൂരി ആയിട്ട്. അപ്പോൾ പിന്നെ ആയാലും നമുക്ക് എപ്പോഴെങ്കിലും കറി ഉണ്ടാക്കാനൊക്കെ ആയാലും ചപ്പാത്തിക്ക് മാവൊക്കെ കുഴയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. പിന്നെ അങ്കുവിന് ഞാൻ ഇന്ന് സ്പെഷ്യലായിട്ട്, ഞാൻ പറഞ്ഞല്ലോ അങ്കുവിന് വേണ്ടിയുള്ള ഒരു ഡേ ആണ്. അപ്പോൾ ഇന്ന് പാല് കൊടുക്കുന്നതിന് പകരം ഡ്രിങ്കിങ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ രാഖേനെ പോലെ തന്നെ അവന് നന്നായിട്ട് ആറണം. നന്നായിട്ട് ആറിയ പാല രാവിലെ കാച്ചിട്ട് ആറിയിട്ട് നമ്മുടെ ചോക്ലേറ്റ് പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഏതെങ്കിലും നല്ലൊരു ചോക്ലേറ്റ് പൗഡർ നമുക്ക് വാങ്ങിച്ച് പിള്ളേർക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും കോൾഡ് മിൽക്കായിട്ടും കൊടുക്കാം. ഇതിപ്പോൾ തണുപ്പാണ്, ഞാൻ കോൾഡ് മിൽക്കാക്കി കൊടുക്കുന്നില്ല. അവനിങ്ങനെ ഒത്തിരി ആറ്റി കൊടുക്കുന്ന ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേരും കേട്ടോ. എന്നിട്ട് 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പതപ്പിക്കാം. ചെറിയൊരു വാം ചൂട്, വെള്ളം ചൂടുണ്ട്. പിന്നെ അത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ പാത്രം ഒരു നൊസ്റ്റാൾജിയ. അങ്കു ചെറുതായിരുന്നപ്പോൾ നമ്മുടെ നഴ്സറി മോണ്ട് 1 മോണ്ട് 2 ആ ഒരു കാലഘട്ടം 4 വയസ്സൊക്കെ ഉള്ളപ്പോൾ അവന് പാല് ഞാൻ ഇതിനകത്ത് ഇങ്ങനെ ആറ്റി ഒഴിച്ച് കൊടുക്കുന്ന ഒരു ഓർമ്മയുണ്ട്. അതുപോലെ ഇനി ഇതിൻ്റെ ഓരോ ഓറഞ്ച് ഉണ്ടായിരുന്നു ജ്യൂസൊക്കെ കൊടുക്കുന്നത്, അതിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് അവൻ അറിയത്തില്ല ഇങ്ങനൊരു സാധനം ഇവിടെ ഉണ്ടെന്ന്. എനിക്കിന്ന് യാദൃശ്യമായിട്ട് കണ്ണി പെട്ടതാണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട്, അത് കേടൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് പ്ലാസ്റ്റിക്കാ, മൈക്രോവേവ് പ്രൂഫാണ്. അന്നത്തെ കാലത്ത് എനിക്ക് ഈ പ്ലാസ്റ്റിക് കൊടുത്തുവിടാൻ അങ്ങനൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴല്ലേ കൂടുതലും സ്റ്റീൽ ഉപയോഗിക്കണം മറ്റേത് ഇങ്ങനെയൊക്കെ. അന്നത്തെ കാലത്ത് എനിക്കറിയാം, അന്നത്തെ അമ്മമാർക്കൊക്കെ അറിയാലോ, നമ്മൾ ഇത്രയും കൺസേൺ ഒന്നും ആയിരുന്നില്ല. പ്ലാസ്റ്റിക് ബോട്ടിലായിരുന്നു അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്.
പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം തന്നെയായിരുന്നു സ്കൂളിലൊക്കെ കൊടുത്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് സ്റ്റീലിലോട്ട് മാറിയത്. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു മനസ്സിന് വിഷമമല്ലേ. പിന്നെ സ്റ്റീലിൻ്റെ കളക്ഷനൊക്കെ വന്ന് ഈ കുറച്ച് കാലേ ആയിട്ടുള്ളൂ എന്ന് പറയാം. അപ്പം ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. പെട്ടെന്ന് അങ്ങ് കുടിക്കുമല്ലോ, വലിയ ചൂടും ഇല്ലല്ലോ. അപ്പോൾ മങ്കി എന്തോ ഒരു സാധനങ്ങളൊക്കെ ഇങ്ങനെ കാർട്ടൂൺ കഥാപാത്രം. ഇപ്പോൾ അതിലൊന്നും അവന് ക്രേസ് ഇല്ലെങ്കിലും നമുക്ക് കൊണ്ടു കൊടുക്കാം. അവന് അറിയത്തില്ല കേട്ടോ, മെല്ലെ അവന് ഓർമ്മയുണ്ടോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്തായാലും ഒന്ന് കൊണ്ടു കൊടുത്ത് നോക്കാം. അപ്പോൾ അതുമായിട്ട് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഞാൻ പറഞ്ഞു ചോക്ലേറ്റ് മിൽക്ക് തരാമെന്ന്. അപ്പോൾ അവനോട് പറഞ്ഞു. അപ്പോൾ അവൻ്റെ റിയാക്ഷൻ അവന് അത്ര ഓർമ്മയില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ക്ലിപ്പ് പൊട്ടിപ്പോയി കേട്ടോ. ഇത് സ്കൂളിലൊക്കെ നമുക്കിങ്ങനെ കൊടുത്തു വിടുന്ന ഒരു ടൈപ്പായിരുന്നു. ആ ഒരു ക്ലിപ്പ് ഒടിഞ്ഞു പോയി. എങ്ങനെയുണ്ട്? മുടി വെട്ടാറായി. കൊള്ളാമോ? തംസപ്പടി ഫിനിഷ്ഡ്. നൊസ്റ്റാൾജിയ ടീം. അപ്പോൾ ഈ നമ്മുടെ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൗൺസിലേഴ്സ് അത് പാരൻസ് തന്നെ ആയിരിക്കണം. അതായത് അച്ഛനും അമ്മയും. അറ്റ്ലീസ്റ്റ് ഒരു പാരൻ്റ് എങ്കിലും അവരുമായിട്ട് നല്ലൊരു അറ്റാച്ച്മെൻറ്റ് വേണം എന്നാണ് പറയുന്നത്. ഇത് എന്നെക്കാട്ടിയും കൂടുതൽ ഇവിടെ അറ്റാച്ച്മെൻറ്റ് രാക്കിയായിട്ട് അവന്. പക്ഷെ ഞാനും എപ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കുറച്ച് ടൈം എന്തായാലും ഒരു ദിവസം ഞങ്ങൾ അവനോട്ട് സ്പെൻഡ് ചെയ്തിട്ടേ ഞങ്ങൾ കിടന്ന് ഉറങ്ങത്തുള്ളൂ. അവൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സിൽ നിന്ന് എന്തുണ്ടെങ്കിലും അത് പുറത്ത് വരും. അത് നമ്മൾ ശരിക്കും ഒരു റാപ്പ് ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അവരുടെ മനസ്സിലല്ലെങ്കിൽ മുഖത്തുള്ള വിഷമം അവർ പറയുമ്പോൾ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ സംഭവിച്ചു നമുക്ക് അതിൽ നിന്ന് പിടിച്ചെടുക്കാം. കാരണം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരിക്കലും കള്ളമില്ല. അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടും. അപ്പം നമ്മൾ അവരെ ഒരിക്കലും അവർക്ക് അങ്ങനെ പറയരുത്. ആവശ്യത്തിന് മാത്രം നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. അല്ല അനാവശ്യമായിട്ട് അവർക്ക് ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അതാണ്, നമ്മളത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ജനറേഷനായിട്ട് മാറിയിരിക്കുമല്ലോ. അപ്പം നമ്മൾ ആ രീതിയിൽ അവരെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. കാരണം ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒക്കെ അവർക്ക് എത്ര നമ്മൾ മാറ്റി വെച്ചാലും അത് വരുന്നേ. കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. കാരണം ഈ ന്യൂസൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഷോക്കിംഗ് എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇന്ന് വെയിൽ വലിയ ശക്തിക്കില്ലെങ്കിലും ഒരു വെട്ടമുണ്ട്. എന്തായാലും ഞാൻ കുറച്ച് നമ്മുടെ ക്വിൽറ്റും കാര്യങ്ങളൊക്കെ കഴുകിയിട്ട് തുടങ്ങി. കാരണം ഒരുമിച്ച് നമുക്ക് മെഷീനിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ 2 എണ്ണം വീതമൊക്കെ നമ്മൾ കഴുകിയിട്ടാൽ അത് ഉണങ്ങി കിട്ടും. 2 ദിവസമൊക്കെ ആയിട്ട് വെയിലത്തിട്ട് നമുക്ക് വെക്കാം. അങ്ങനെ ഒരുവിധം തുണികളൊക്കെ അങ്ങ് കഴിഞ്ഞു. എൻ്റെ ആ ഒരു സമാധാനമുണ്ട്. കാരണം തണുപ്പ് മാറിയിട്ട് വേറെ ഒരു ക്ലൈമറ്റ് വരുമ്പോൾ കുറച്ച് സെറ്റ് തുണികളൊക്കെ ഇങ്ങനെ മാറ്റി വെക്കേണ്ടതായി വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഓരോ ജോലികൾ മെല്ലെ മെല്ലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കും ഒരു സമാധാനം കിട്ടും. അല്ലെങ്കിൽ ആകെ ടെൻഷനാവും. അങ്ങനെ 2 എണ്ണം ഞാൻ കഴുകിയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങട്ടെ. ഉച്ചയ്ക്ക് ഞാൻ വൈറ്റ് പാസ്ത ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത്. അങ്കുവിൻ്റെ ഫേവറേറ്റ് ആണ് വൈറ്റ് പാസ്ത. മറ്റേ കുക്കർ പാസ്ത റെഡ് പാസ്തയുണ്ട്, പക്ഷെ അവന് ഇതാണ് കുറച്ചും കൂടെ ഇഷ്ടം. കുറേ നാളാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട്. അപ്പം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചിട്ട് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മുടെ മെക്രോണി പാസ്ത ആയിട്ട് കൊടുക്കുന്നത്. സൂചി പാസ്ത ആട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഹെൽത്തിയാണ്, അത് മൈദയുടെ അല്ല. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ പാലെടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മൈദ നന്നായിട്ട് കലക്കാം. തണുത്ത പാലായിരിക്കണം, അല്ലെങ്കിൽ അത് ഇങ്ങനെ കട്ട കെട്ടി കിടക്കും. പിന്നെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കഷ്ണം ബട്ടർ ഞാൻ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കുറച്ച് ഫ്രഷ് പാലായതുകൊണ്ട് നമ്മുടെ ഉപ്പുള്ള ബട്ടർ ഇട്ട് കൊടുത്താൽ അങ്ങനെ പിരിയത്തില്ല. ചിലപ്പോൾ ചില പാലുകളിൽ അത് പിരിഞ്ഞു പോകും, അതൊന്ന് സൂക്ഷിക്കണം. വേണമെങ്കിൽ ആ ബട്ടർ അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല, ഒരു ടേസ്റ്റാണ്. ഉപ്പില്ലാത്ത ബട്ടർ കുഴപ്പം വരത്തില്ല. പിന്നെ നമ്മുടെ പാസ്ത ഹെർബും അതുപോലെ തന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സും ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാസ്ത നല്ല പച്ചവെള്ളത്തിൽ കഴുകിയിട്ടൊന്ന് ഊറ്റി മാറ്റി പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചീസിലും ബട്ടറിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാസ്തയിൽ ഞാൻ ഉപ്പിട്ടാണല്ലോ വേവിച്ചത്. ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ ചീസും കൂടെ 3 സ്ലൈസ് ചീസ് ഞാൻ ഇട്ടുള്ളൂ. നന്നായിട്ട് നമ്മുടെ ആ ഒരു പാസ്തയുടെ സോസ്, വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ മെക്കറോണി അതിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊരു ഫ്ലേവറിനായിട്ട് വീണ്ടും കുറച്ചും കൂടെ പാസ്ത മിക്സും, പാസ്ത ഹെർബ് എപ്പോഴും നല്ല കേട്ടോ വയറിനുമൊക്കെ. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും, കുറച്ച് എരിവ് വേണമല്ലോ. അങ്കുവിന് എരിവൊന്നും വലിയ പ്രശ്നമുള്ള ഒരാളല്ല. അപ്പോൾ കുരുമുളക് പൊടി ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സ്പൈസി നല്ല ടേസ്റ്റാണിത്. അവന് കുറച്ച് ഞാനങ്ങനെ അവന് ഒത്തിരി ഇഷ്ടം. ഇത് 2 നേരം അവന് സുഖമായിട്ട് കഴിക്കാം. കാരണം ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേ ദിവസം നമ്മുടെ മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി കൊടുക്കാം. ഞാൻ കുറച്ചെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മണം കേട്ടപ്പോൾ അവന് മനസ്സിലായി പാസ്ത ഉണ്ടാക്കുന്നതെന്ന്. ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കിയിട്ട് വോ എന്നൊക്കെ പറഞ്ഞായിരുന്നു.
എൻ്റെ ഇന്നത്തെ ലഞ്ച് എന്താ വെച്ചാൽ ബീട്രൂട്ട് റൈസ് ആട്ടോ. അപ്പോൾ കുറച്ച് ചോറ് ലെഫ്റ്റ് ഓവർ റൈസ് ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അതെടുത്തിട്ട് നമ്മുടെ ബീട്രൂട്ടിന് നല്ല എരിവായിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത റൈസാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ച് സ്പൈസിയാന്ന് പറഞ്ഞല്ലോ. അച്ചാറ് തൈരും ഒന്നും എടുത്തില്ല, ഇത് സിമ്പിളായിട്ടും കഴിക്കും കേട്ടോ. കുറച്ച് പാസ് ഞാൻ ടേസ്റ്റ് ചെയ്തു, പക്ഷേ എനിക്കിത് കഴിച്ചാൽ ഒരു മനസ്സമാധാനം കിട്ടത്തുള്ളൂ വയറിന്. ഞാൻ അതാണ് ഇത് ഉണ്ടാക്കിയത്. അവന് റൈസ് വേണ്ട പറഞ്ഞു. അപ്പം അവൻ ഈ കഥ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ പാസ്പോർട്ട് എടുക്കാൻ പോയെന്ന് പറഞ്ഞല്ലോ അവന് കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ പാസ്ത വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവരോട് ആ ഉണ്ടാക്കിയ ആളോട് അവൻ കയറി പറഞ്ഞു, ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് പാസ്ത എൻ്റെ അമ്മയുടെ, അത് കഴിഞ്ഞിട്ട് ഈ പാസ്തയാണ് നല്ലതെന്ന്. ആ സ്റ്റോറിയാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. അവൻ ഈ വൈറ്റ് പാസ്ത ഒത്തിരി ഇഷ്ടമാണ്. അന്നത്തെ ഒത്തിരി അവൻ ഇഷ്ടപ്പെട്ടു. അവൻ പറഞ്ഞു അമ്മ ഉണ്ടാക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടെന്ന്. Whenever she makes something boiling hot that literally disintegrates my throat, I still eat it because it tastes good. അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ ഉള്ളത് കഴുകി വെച്ചു. സ്റ്റീമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞാൻ കഴിക്കുന്നത് നമ്മുടെ റോസ്റ്റഡ് ക്രഷ്ഡ് പീനട്ട്സ് ആട്ടോ. കപ്പലണ്ടിയാ സംഭവം, അടിപൊളിയായത്. ഒരു മസാല കപ്പലണ്ടി പോലെ, പക്ഷെ നല്ല ടേസ്റ്റ്. അതേ കണ്ട കപ്പലണ്ടി എന്നൊന്നും പറയത്തില്ല. അതും ഒരു പിടി കഴിച്ചു. പിന്നെ ഞാൻ മുന്തിരിങ്ങ ഇങ്ങനെ കഴുകി കൊണ്ടുവച്ചിരുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചിട്ട് സ്കെലറ്റൻ ആക്കി ഈ രീതിയിൽ വെച്ചിട്ടുണ്ടേ. ഇടയ്ക്കിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം. നമ്മൾ ഈ ജങ്ക് മാത്രം കഴിച്ചാലും. ഞാൻ അവനോട് പറഞ്ഞു നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ചേ പറ്റത്തുള്ളെന്ന്. നമ്മുടെ വൈകുന്നേരത്തെ സ്നാക്സ് ആട്ടോ. നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് സ്നാക്സ് ചാട്ടായിരുന്നു, ചാട്ട്സ്. ഇത് കട്ടോരി ചാട്ടെന്ന് പറയും. നമ്മുടെ കട്ടോരി ഷേപ്പിൽ അതിനകത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ നിറച്ചതാണ്. പിന്നെ ആലു ടിക്കി ചാട്ട്, അതുകൂടാതെ നമ്മുടെ പാപ്പടി ചാട്ട്. പാപ്പടി ചാട്ട് എന്ന് പറയുന്നത് പപ്പടം പോലൊരു സാധനമുണ്ട്, അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതാണ്. പിന്നെ ആലു ടിക്കി ചാട്ട് എല്ലാവർക്കും അറിയാമല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ. അങ്കു ദേ ഓടി വന്നിട്ടുണ്ട്. അവൻ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അവന് ആലു ടിക്കി ഒത്തിരി ഇഷ്ടം. അപ്പോൾ ആദ്യം ഞാൻ അത് കൊടുത്തു. എന്നിട്ട് ഓരോന്നായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കേട്ടോ. അപ്പോൾ ഓരോന്നേ വാങ്ങിച്ചോളൂ, അല്ലെങ്കിൽ ഹെവി ആയപ്പോൾ പിന്നെ ഡിന്നറൊന്നും കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അതേ നമ്മുടെ കട്ടോരി ചാട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം. ഇവിടെ ഉള്ളവരിങ്ങനെ ഈ ഗോൾഗപ്പൊക്കെ കഴിക്കുന്നാൽ ഇങ്ങനെ വായിൽ വയ്ക്കും. നമുക്ക് അത്ര ശീലമില്ലല്ലോ അതൊന്നും. എനിക്ക് ഗോൾഗപ്പ് അത്ര ഇഷ്ടമില്ല. ആലു ടിക്കിയും അതുപോലെ തന്നെ പാപ്പടി ചാട്ടും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇവരുടെ വീട്ടിൽ നിന്നായിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കും. നമ്മൾ സ്ട്രീറ്റ്സിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ ഒരു പേടിയായതുകൊണ്ട് നമ്മൾ കഴിക്കാറില്ലേ. കാരണം എത്രത്തോളം വൃത്തിയുണ്ടെന്ന് നമുക്ക് അറിയില്ലല്ലോ. കൊള്ളാമോ അങ്കു? Yes, very nice. It's very good. അങ്കു ട്യൂഷന് പോകാൻ പോകും കേട്ടോ. അവൻ്റെ ട്യൂഷന് പോകേണ്ട സമയമായി. 5:30 ട്യൂഷൻ. കാരണം സ്കൂളിൽ നിന്ന് ഇപ്പം സ്കൂള് ലേറ്റായിട്ട് തുടങ്ങി ലേറ്റായിട്ട് തീരുന്നതുകൊണ്ടേ അവൻ്റെ ട്യൂഷൻ ടൈമിങ് കുറച്ച് മാറ്റി. 5:30 പോയാൽ മതി. ആ ഒരു ഇത് തന്നെയാണിപ്പോൾ അവധി ദിവസങ്ങളിലും. ചില ഞായറാഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ 11 മണിക്കൊക്കെ ആയിരിക്കും. അത് എന്തായാലും ടൈം ആയിരിക്കും. ഇപ്പോൾ 5:30 അങ്ങനെ അവൻ പോയി. അപ്പോൾ എല്ലാവരും നമ്മുടെ കൊച്ചുങ്ങൾക്ക് വേണ്ടി കുറച്ച് ടൈം എല്ലാ ദിവസവും സ്പെൻഡ് ചെയ്യുക. അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയുക. എന്തായാലും അവരെ അധികം വിഷമിപ്പിക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തായാലും പറയും. അവരുടെ മനസ്സിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാൻ പറ്റും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിനടുത്ത് നിൽക്കുന്ന ആൾക്കാരെന്നല്ലേ പറയുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക. അവരെ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തന്നെ ശ്രമിക്കുക. ഒത്തിരി സ്നേഹത്തോടെ. താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.